திருவாதிரை ஸ்பெஷல் புழுக்கும் திருவாதிரை களியும் எப்படி பண்ணுறது பார்க்கலாம். இன்றைக்கி கேரளா ஸ்டைல் புழுக்காக்கும் பண்ணி காணிக்கிறேன். களி பண்ணுறதுக்கு 1 கிளாஸ் சம்பா பச்சரிசியாக்கும் எடுத்திருக்கேன். அதோட கூட ஒரு 3 ടീസ്പൂൺ பாசிப்பருப்பும் எடுத்திருக்கேன். ചമ്പാ പച്ചരിശി കടക്കലെയാണ് റെഗുലർ പച്ചരിശി എടുത്താൽ പോരും. നന്നായി അലമ്പി ഒരു അരിപ്പയില വെള്ളം തോരത്തേക്ക് മാറ്റി വയ്ക്കില്ല. ആദ്യം ചീനച്ചട്ടിയിൽ പാശിപ്പരിപ്പ് നല്ല ചുമക്ക വറുത്തെടുക്കല. അത് മാറ്റി വെച്ചിട്ട് അരിപ്പയില മാറ്റി വെച്ചിരിക്കുന്ന അരിശിയെ പോട്ട് അതേം നല്ല ചുമക്ക വറുത്തെടുക്കല. നല്ല പൊൻനിറമാവുമ്പോൾ അതേം ഒരു പ്ലേറ്റിൽ പോട്ട് തണുപ്പിக்கிறதுக்கு വെക്കല. ഏകദേശം വറന്ന് വരക്കവർ അന്ത സമയത്തിൽ നമുക്ക് വെല്ലവും കരക്കി വയ്ക്കലാം. 1.5 ഗ്ലാസ് വെള്ളം 2.5 ഗ്ലാസ് തണ്ണി വിട്ട് ഉരുക്കറത്തേക്ക് അതും കൂടെ വെക്കല. അന്ത സമയത്തിൽ അരിശിയും നന്ന പൊൻനിറത്തിൽ കിടക്കും. ഇതൊരു പ്ലേറ്റിൽ പോട്ട് നന്നാ തണുത്തതിന് പിറക് മിക്സിയിൽ പാശിപ്പരിപ്പോടെ കൂടെ പോട്ട് നന്നാ കുറപ്പ അരച്ചെടുക്കണം. ரொம்ப ഫൈൻ പൗഡർ ആക്കണ്ട, கொஞ்சம் തരിതരിപ്പ് അരച്ചെടുത്താൽ പോരും. അതോടെ കൂട്ടത്തിൽ ഇപ്പം ഏലക്കാപ്പൊടി ഇല്ലാട്ടന്നെ ഒരു 5 ഏലക്കയും കൂടെ ഇതോടെ കൂടെ പോട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ടാൽ പോരും. ഇതുപോലെ கொஞ்சம் തരിതരിயாக இருக்கிற പൊടിயாக പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കലാം. ഇപ്പോൾ ഉരുകിന വെള്ളത്തെ கொஞ்சம் കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ ഇതുപോലെ അരിപ്പയില അരിച്ച് അത് നന്നായി തിളച്ച് വരുമ്പോൾ 1 മുതൽ 1.5 കപ്പ് വരെ ഏത് ഗ്ലാസ്സിലാക്കുമ്പോൾ നമ്മൾ അളന്തും അതേ ഗ്ലാസ്സിലത്തെ തേങ്ങയും അളന്നിരിക്കാൻ. തേങ്ങയെ പോട്ട് നന്നായി മിക്സ് പണിന് ഒന്ന് തിളച്ച് വരുമ്പോൾ പൊടിച്ച് വെച്ചിരിക്കപ്പെട്ട അരിശിയും കൂടെ പോട്ട് കട്ടയില്ലാமல் നന്നായി കിളറി ഒരടപ്പ് വെച്ച് ചിന്ന വാനിലയിൽ നമുക്കത് വെന്തെടുക്കല. അപ്പോൾ അരിശി എന്താ വെള്ളമെല്ലാം നന്നായി ഉറിഞ്ചി എടുത്ത് അരിശിയും നന്നായി വെന്ത് കിടക്കും. ഏകദേശം ഇതുപോലെ നന്നായി വെള്ളം നന്നായി വറ്റി വരുമ്പം അതിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ പോട്ട് നന്നായി മിക്സ് പണി എടുക്കല. ഇനി இந்த കളിയെ ഇതുപോലെ തേച്ച് ഉതുത്തെടുക്കുന്നത് പോലെ ആപ്പയെ വെച്ച് തേച്ച് ഉതുത്തെടുக்கலாம். ചിന്ന വാനിലയില വെച്ച് ഇതുപോലെ പണിയെടുത്താൽ പോരും. ഏകദേശം ഒന്ന് ഉതിർന്ന് വരുമ്പോൾ അതിൽ கொஞ்சம் കൂടെ നെയ്യ് വിടണം. അത് എന്താ മുന്തിരി വറുത്ത് നെയ്യ് വിട്ടിട്ടാൽ പോരും. അപ്പോൾ വേറെ നെയ്യ് വിടേണ്ട തേവ വരാതെ അല്ല, കൂടുതൽ നെയ്യ് വിട്ട് പണർത്ത് പിടിക്കുമ്പോൾ കൂടുതൽ നെയ്യ് വിട്ടുകൊള്ളും. ഇതുപോലെ തേച്ച് ഉതുത്ത് ഏകദേശം ഉതിർന്ന് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അല്ലാതെ നമുക്ക് ഉതുത്തെടുത്തിട്ടാൽ പോരും. ഇപ്പം നന്നായി പൂ പോലെ നമുക്ക് ഉതിരുതിരിയ കളി കടച്ചിരിക്ക്. இந்த രീതിയിൽ കളി നമുക്ക് പണിയെടുക്കലാം. ഇതിപ്പം അരിശിയെ വറുത്തിട്ടാക്കും പൊടിച്ചെടുത്ത്. അല്ലാതെ നമ്മൾ റെഗുലറാக பண்ணுறது അരിശിയെ ഉമിഴ്ത്തി വെച്ച് അതൊരു കോട്ടൺ തുണിയിൽ ഒന്ന് കായ വെച്ചേക്ക് പിറക് അത് നന്നായി ഒന്ന് പുട്ടോടെ പൊടി പോലെ പൊടിച്ചെടുത്തിട്ട് നന്നായി ചുമക്ക വറുത്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ കളി பண்ணலாம். அப்படி பண்ணின களியோட ரெசிபி டிஸ்கிரிப்ஷன் பாக்ஸில் ஷேர் பண்ணுறேன். இனி புழுக்கு எப்படி பண்ணுறது பார்க்கலாம். இது கேரளா ஸ்டைல் புழுக்காக்கும் இன்றைக்கி பண்ணி காணிக்கிறேன். இந்த புழுக்கு பண்ணுறதுக்கு ரசவள்ளிக்கிழங்கு இல்லை காவத்து சொல்லுவா, அது சேம்பு எடுத்திருக்கேன், கூர்க்கை எடுத்திருக்கேன், சேனை கேரளா ஸ்டைலில் சிப்ஸு பண்ணப்பட்ட அதே ஏத்தக்காய்க்கும் എടുത്തിരിക്കുന്നത്, ചക്രവള്ളിക്കിഴങ്ങ്, இந்த சேம்பு 2 രീതിയിലുള്ള ചിന്ന ചേമ്പും എടുത്തിരിക്കാൻ, പെരിയ ചേമ്പും എടുത്തിരിക്കാൻ. அப்படி 7 കായ്കറികളാക്കും இந்த പുഴുക്ക് பண்ண എടുത്തിരിക്കാൻ. അത് ഇതുപോലെ ക്യൂബ്സ് ആദ്യം നറുക്കിയെടുത്ത് ഇன்றைக்கி ഇത് കുക്കറിലാക്കും എളുപ്പം പണി കാണിக்கிறேன். അപ്പോൾ ആദ്യം കുക്കറിൽ വേഗറத்துக்கு വേണ്ടി സേനയും കൂർക്കയും 2
சின்ன சேம்பும் பெரிய சேம்பும் കഷ്ണങ്ങളാக നിറയ്ക്കുന്നതിൽ തണ്ണി ഏകദേശം മുങ്കറത്തക്കന ഇതുപോലെ തണ്ണി വിട്ട് 2 മുതൽ 3 വിസിൽ വരെ വേവിച്ചെടുക്കും. ഓരോ ഇടത്തിൽ കടയ്ക്കപ്പെട്ട സേനയ്ക്ക് വേവ് ഒന്ന് പാത്തുക്കണം. ഇപ്പോൾ ഇതിലെ വേവലെയാണ് ഒരു വിസിലും കൂടെ എടുത്തുങ്കോ. ഇതിപ്പോൾ നന്നാ എനിക്ക് വെന്ത് കടച്ചിരിക്കുമെങ്കിൽ சேனையும் நன்னா வெந்திருக்கு, சேம்பும் நன்னா வெந்து கிடச்சிருக்கு. இப்போ இந்த தண்ணியை அடுத்த இது குக் பண்ணுறதுக்கு அதே தண்ணியை எடுத்துக்கலாம். அதில் ஏத்தக்காவும் காவத்தும் சக்கரவள்ளி கிழங்குவாக்கும் போட்டிருக்கேன். இப்போ காவத்துக்கு வேவு கூடுதல்னு തോന്നിத்தானே அதை செப்பரேட்டாக வெந்தெடுக்கவும் செய்யலாம். அது ஓரோரோ இடத்துல கிடைக்கப்பட்ட காய்கறிகளுக்கு இந்த வேவு கொஞ்சம் கொஞ்சம் കൂടുകയും കുറഞ്ഞും വരും. അതനുസരിച്ച് അഡ്ജസ്റ്റ് பண்ணி കുക്കറിൽ വെന്തെടുത്തുങ്ങോ. അപ്പം அந்த வெந்ததை ஆதியத்தோட கூட அந்த பானையில் போட்டு 1/2 ஸ்பூன் மஞ்சப்பொடியும் கூட போட்டு அது வேகிற சமயத்தில் தேங்காயோட கூட சீரகവും காஞ்ச மிளகையும் பச்சை மிளகுமா போட்டு ഒന്ന് ചതച്ചെടുത്തുக்கிறது. இப்போ இந்த வெந்திட்டு இருக்குമ്പം ഉപ്പ് போட்டு നമുക്ക് தேவைக்கேற்ற தண்ணி விடுമ്പോൾ അത് ചുടുതണ്ണി വിടുന്നതാക്കും നല്ലത്. നന്നാ തിളച്ച് വരുമ്പം അതിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കപ്പെട്ട തേങ്ങയോട് அந்த മിക്സ് ആഡ് பண்ணி നന്നാ മിക്സ് பண்ணி എടുക്കണം. ഇത് ഇരുക്ക ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസ് ആയതുകൊണ്ട് തണുത്ത് വരുമ്പോൾ ரொம்ப കട്ടിயாக வந்துடும். അതുകൊണ്ട് அதோட கிரேவி நன்னா வச்சுருங்கோ. அன்னத்தான் அது தணுத்துக்கு பிறகும் ரொம்ப கட்டையல்லாதக்கு கொஞ்சம் கிரேவியோட கூட நமக்கு கிடைக்கும். தேங்காயை போட்டு ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൽ தேவைக்கேற்ற കരിവേപ്പിലയും போட்டு നന്നാ മിക്സ് பண்ணி എടുത്ത് ലാസ്റ്റ് അതിൽ ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ തേങ്ങാ എണ്ണയും കൂടെ വിട്ട് തേങ്ങാ എണ്ണ വിട്ടതിന് ശേഷം அதை மிக்ஸ் பண்ணണ്ട. அது அப்படியே ஒரு 10 மினிറ്റ് அடைச்சி வச்சிடணும். அப்போ தான் அந்த மணம் எல்லா இடத்துலையும் கரெக்டாக கிடைக்கும். ஒரு 10 மினிറ്റ് மாற்றி வச்சதுக்கு பிறகு நல்லா மிக்ஸ் பண்ணி எடுத்தானேன்னா இந்த പുഴുക്ക് റെഡി ആയിരും. കുക്കറിൽ പണ്ണണ്ടാന്നുണ്ടെന്നാൽ ഇതുപോലെ തന്നെ ഒരു ചട്ടിയിൽ നമ്മൾ ആദ്യം പോട്ട അതേ ഓർഡറിൽ കായ്കറികളെ പോട്ട് വെന്തെടുത്ത് ഇതേ പ്രൊസീജിയറിൽ പണിയെടുക്കല. ഇത് കേരള സ്റ്റൈലിൽ പുഴുക്കാക്കും பண்ணியிருக்கேன். അല്ലാതെ 7 கறி கூட்டும் பண்ணலாம். அது நேரத்தே பண்ணி அப்லோட் பண்ணியிருக்கேன். அதோட லிங்க் டிஸ்கிரிப்ஷன் பாக்ஸில் ஷேர் பண்ணுறேன். இந்த புழுக்கு இப்போ சாத்தோட கூட ஆனாலும் கஞ்சியோட கூட ஆனாலும் நமக்கு சர்வ் பண்ணுறது ரொம்ப டேஸ்டியாக இருக்கும். இந்த പ്രാവശ്യത്തെ തിരുവാതിരയ്ക്ക് ഇതുപോലത്തെ കേരള സ്റ്റൈലിലെ പുഴുക്കും ഉതിരുതിരായി ഇരിക്കപ്പെട്ട കളിയും പണ്ണി പാരുങ്കോ. നല്ല ഉതിരുതിരായി ഇരിക്കപ്പെട്ട കളിയും കൂടെ പുഴുക്കും. തിരുവാതിരയ്ക്ക് ഇതുപോലെ കളി இந்த ஸ்டைலில் பண்ணி பாருங்கோ. சம்பா பச்சரிசியில் பண்ணினேன்னா ரொம்ப டேஸ்ட்டாக இருக்கவும் செய்யும். பச்சரிசியும் காட்டி ஒன்றும் கூட டேஸ்ட்டாக இருக்கிறது இந்த சம்பா பச்சரிசியில் பண்ணுறதையாக்கும். இந்த ஸ்டைலில் எல்லோரும் புழுக்கு களியும் பண்ணி பாருங்க. இந்த வீடியோ பிடிச்சிருந்தானா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் செய்து சப்போர்ட் பண்ணுங்க.